എല്ലാവർക്കും അമ്മൂസനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? കൈ പിടിക്കണേ. ഇവിടെ ഒരു മരം ഉണ്ടായിട്ട് തൂങ്ങി കളിച്ചിട്ട് നമ്മൾ അതന്നെ അത്. ഇത് കണ്ടോ, നല്ല പീലിയുള്ള മയിലാണേ. പീലിയുള്ള മയിൽ കുറേ എണ്ണം കണ്ടു കേട്ടോ, പക്ഷെ ഇത്രയും അടുത്ത് വേറൊരു മയിലും വന്നില്ല. ഇത് ഞാൻ ശബ്ദമില്ലാതെ ഇവിടെ അങ്ങനെ വന്നപ്പോൾ അത് പോവാതെ അവിടെ നിന്ന് നെല്ല് കുത്തി തന്നെയാണ് കേട്ടോ. അത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടല്ലേ. കൊറ്റികളെക്കാട്ടിലും എണ്ണം കൂടുതൽ മയിലാണെന്ന് പറയാം കേട്ടോ നമ്മുടെ പാടത്ത്. അപ്പോൾ ആ അരുവിൽ കൂടെ ഒക്കെ മയിലുകളുണ്ട് കേട്ടോ, നിറയെ മയിലുകളുണ്ട്. കണ്ടോ, ഓരോന്നോരോന്ന് ചെത്തം കെട്ടപ്പം ഇങ്ങനെ പറന്ന് മേലേക്ക് കയറുകയാണ്. ഞാൻ കുറച്ചും കൂടി ഒന്ന് അടുത്ത് കൂടെ പോയി നോക്കി നോക്കട്ടെ കേട്ടോ. അടുത്തേക്ക് ചെല്ലും തോറും ഓരോന്നോരോന്നായി പറന്ന് അങ്ങോട്ട് മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇനി ആകെ 3 ഉള്ളത്. ഞങ്ങളിവിടെ ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ഈ ഒരു 2 വരമ്പ് മൊത്തം മയിലായിരുന്നു. കണ്ടോ, തോന മയിലുള്ള പീലിയുള്ള ഒന്നുണ്ട് കേട്ടോ. ഒക്കെയും കയറി. ഇനി അതാ 2 എണ്ണം കൂടിയേ ഉള്ളൂ. ഇവിടെയൊക്കെ ശീമക്കൊന്നയാണ് കേട്ടോ അധികം വളത്തിനായിട്ട് പിടിപ്പിച്ചിറക്കുകയാണ്. അങ്ങോട്ട് ആ അറ്റത്തേക്കൊക്കെ റബ്ബർ മരങ്ങൾ ഇങ്ങോട്ട് തിങ്ങി നിറഞ്ഞൊരു ഭാഗമാണ്. മക്കളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇപ്പോഴും വെയിലങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ ഈ ഭാഗത്തത്തെ. എന്നാലും ചൂടില്ല, അപ്പോൾ വെയിലിൻ്റെ ഒരു ചൂടില്ല. ഞാനിത് അവിടെ അടുത്ത് ഇങ്ങോട്ട് എത്തിയിട്ടോ. അപ്പോൾ ആ നല്ല പീലിയുള്ള മയിലാണ് ചാടി. ഇവിടെ എല്ലാവരും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഈ മയിലിനെ കാണുന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. എനിക്കിപ്പോൾ അങ്ങനെ അത്ഭുതമൊന്നുമല്ല കേട്ടോ. എന്നാലും നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ എല്ലാ മയിലും അങ്ങോട്ട് കയറി. അവരെന്തെങ്കിലും തിന്നോട്ടെ അല്ലേ, ഞാനിവിടുന്ന് മാറി കൊടുക്കാം കേട്ടോ. എന്നാലേ ഇപ്പോൾ എല്ലാതും ഇങ്ങോട്ട് തിരിച്ചിറങ്ങുള്ളൂ. ഇവിടെയൊക്കെ വാഴക്കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാഴക്കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിലം ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കണം. ഒരുക്കിയിടുക എന്ന് പറഞ്ഞാൽ അതിലത്തെ ചപ്പും കൊയ്തേൻ്റെ ബാക്കി എല്ലാ അവശിഷ്ടങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്, നല്ല വളം കിട്ടാൻ വേണ്ടിയിട്ട്. വെയിൽ നല്ല കൂടുതലാകും കൊണ്ടാണ് കേട്ടോ ഇരുട്ടത്തൊന്നും കാണുന്നില്ല ആ ഭാഗത്തേക്കൊക്കെ അങ്ങോട്ട്. സൂര്യ ഇവിടെ അങ്ങനെ ഉദിച്ചെക്കുക, അതാണ് ഇരുട്ടായിട്ടൊന്നും കാണാത്തത്. അവിടെ ഒരു കുളമുണ്ടേ. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഒക്കെ കാട് പിടിച്ച് കിടക്കുക. അയ്യോ, ഈ കുളത്തിൻ്റെ കോലം കണ്ടപ്പോൾ മുൻപ് എങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ദിവസം കുളിച്ചേരുന്നുള്ള കുളമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ആകെ പച്ച പിടിച്ച് ഉപയോഗശൂന്യമായ ഒരു കുളമായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ പുത്തൻ കുളം. കണ്ട, ഇതിലൊക്കെ നല്ല വെള്ളം ഉണ്ടാകുമ്പോഴേ നീന്തിയിട്ട് ആ നടുവിൽ കാണുന്ന പാറകളിലൊക്കെ പോയിരിക്കും ഞങ്ങൾ. അങ്ങനെയൊക്കെ ഇരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുളത്തിലൊക്കെ ഇരുന്ന് ദിവസങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് തൊട്ടടുത്താട്ടോ. ഇതിൻ്റെ 4 മുക്കിൽ മാത്രമേ ആഴമുള്ളൂ. ഈ കുളത്തിൽ വന്നാൽ അത് ആ ഭാഗത്ത് കണ്ടില്ലേ, ആ ഭാഗത്ത് ഇറങ്ങുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ആ പാറുള്ള ഭാഗം.
അപ്പം എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണേ. ഇനി അടുത്ത വീഡിയോയും കൊണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇത്തിരി നേരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് പോവുള്ളൂ.